ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആർച്ചൂസ് ടേസ്റ്റ് ആൻഡ് പേഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? എനിക്ക് ഭയങ്കര മടിയായിട്ടുള്ള കാര്യം ഞാൻ എങ്ങനെ അത് ഓവർകം ചെയ്ത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്ത് തീർത്തു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ക്ലീനിങ് ആണ്, അതായത് ഡീപ്പ് ക്ലീനിങ്, വീട് ഡീപ്പ് ക്ലീനിങ് ആണ്. എനിക്കത് വീട് ഇടയ്ക്ക് ഡീപ്പ് ക്ലീനിങ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോർമലി ഉള്ളൊരു ക്ലീനിങ്, വീട്ടിലുള്ള ക്ലീനിങ് ആണ് നമ്മളെല്ലാവരും ചെയ്യുന്ന പോലത്തെ നോർമൽ ക്ലീനിങ് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. പിന്നെ എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്നൊരു ഡീപ്പ് ക്ലീനിങ് എന്ന് പറയാൻ പറ്റുമോ അറിയില്ല, പെട്ടെന്നൊരു ക്ലീനിങ് ചെയ്യും, അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാനൊരു മെത്തേഡിൽ ചെയ്ത് നോക്കി ക്ലീനിങ്. അപ്പോൾ എനിക്കതൊരു ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. അതായത് നമുക്ക് ആ ക്ലീനിങ് തീർക്കണം എന്നുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുപോലെ തന്നെ ക്ലീനിങ് തീർക്കണമെന്ന് നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നില്ല. അങ്ങനെ ചെയ്ത് തീർത്തു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്കും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഇതൊരു വലിയൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടൊന്നും അല്ല കേട്ടോ വരുന്നത്. അപ്പോൾ ഞാനിത് ചെയ്തപ്പോൾ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. അപ്പോൾ എന്നെപ്പോലെ ആർക്കെങ്കിലും ഞാനിപ്പോൾ ഈ ഒരു ഇതിൽ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നന്നായി നിങ്ങൾക്കും ക്ലീനിങ്ങിനുള്ളവരോടുള്ളൊരു ഇൻട്രസ്റ്റ് വന്നാലോ എന്ന് വെച്ചിട്ട് മാത്രം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ മെത്തേഡ് ചിലപ്പോൾ നിങ്ങളിൽ പലരും ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, പിന്നെ നല്ല ഡീപ്പ് ക്ലീനിങ് വീഡിയോസൊക്കെ നമ്മളുടെ മലയാളി മോം ഹെൽന എന്ന് പറഞ്ഞ ചാനലിൽ ഹെൽന ഇട്ടിട്ടുണ്ട്. അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ വീട്ടമ്മയ്ക്കൊരു കൂട്ടുകാരി എന്ന് പറഞ്ഞ ചാനലിൽ നമ്മുടെ ബിനി ചേച്ചിയുടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ക്ലീനിങ് സീരീസ്. അപ്പോൾ അതൊക്കെ ബിനി ചേച്ചിക്ക് നല്ല രസകരമായിട്ട് വീഡിയോയിൽ ക്ലീനിങ് കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എനിക്കത്ര രസകരമായിട്ടൊന്നും ക്ലീനിങ് വീഡിയോസ് കാണിക്കാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല. എന്നാലും ഞാനിപ്പോൾ ചെയ്ത ഈ ഒരു ഇത്, അപ്പോൾ അതിൽ ഞാൻ ആദ്യമായിട്ടൊരു സ്റ്റെപ്പാണ് ചെയ്തത്. ഈ ഫസ്റ്റ് സ്റ്റെപ്പിലാണ് ശരിക്കും നമ്മളെപ്പോലെയുള്ളവർക്ക് നമുക്ക് തീർക്കണം എന്നുള്ളൊരു മോട്ടിവേഷൻ നമ്മൾ തുടങ്ങുന്നത്. ഈ ഒരു സ്റ്റെപ്പിൽ നിന്നാണ് ഞാൻ ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ പിന്നെ ബാക്കി തീർക്കണം എന്നുള്ളൊരിത് തോന്നിയത്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം അല്ലേ, എന്താണ് ഫസ്റ്റ് ഞാൻ ചെയ്തതെന്നുള്ളത് നോക്കാം. അതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ മെത്തേഡിന് ആദ്യം തന്നെ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മളുടെ വീട്ടിൽ എത്ര റൂമുകളുണ്ടെന്ന് എഴുതി വയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഫ്രണ്ട് റൂമാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഫ്രണ്ട് റൂം എഴുതി വെച്ചു, അതായത് നമ്മളുടെ വിസിറ്റിംഗ് റൂം എന്ന് പറയില്ലേ, ആ റൂം. അത് കഴിഞ്ഞിട്ട് ഒരു ഡൈനിങ് റൂം ഉണ്ട്, അപ്പോൾ ആ ഡൈനിങ് റൂം എഴുതി വെച്ചു. പിന്നെ ഉള്ളത് കിഡ്സ് റൂമാണ്. കിഡ്സ് റൂം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അത് കിഡ്സ് റൂം പോലെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നു. ആ കിഡ്സ് റൂമിൻ്റെ കൂടെ തന്നെ ഒരു കിഡ്സ് ആൻഡ് ആർട്ട് റൂമായിട്ടാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിനെ അങ്ങനെ എഴുതി വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ബെഡ്റൂമാണ്. അപ്പോൾ ഒരു മെയിൻ ബെഡ്റൂമാണ് കേട്ടോ ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എഴുതുന്നത് കിച്ചണാണ്. പിന്നെ നമ്മളുടെ ബാത്റൂം ഉണ്ട്, അപ്പോൾ ബാത്റൂം എഴുതി വെച്ചു. എന്നിട്ട് പിന്നെ എനിക്കൊരു ബാത്റൂമിൽ തന്നെ ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്, അപ്പോൾ അതുകൂടെ ബാത്റൂം സ്റ്റോറേജ് ഏരിയ എന്നും കൂടെ എഴുതി വെച്ചു. അങ്ങനെ ഞാൻ സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എത്ര റൂമുകളാണോ ഉള്ളത് അത് നിങ്ങൾ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഓരോ റൂമുകൾ എഴുതുക. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതിയ ഫ്രണ്ട് റൂം എഴുതി. എന്നിട്ട് നമുക്ക് ഈ ഫ്രണ്ട് റൂമിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളതെന്ന് വെച്ചാൽ അതെല്ലാതും നമ്മൾ എഴുതി വയ്ക്കുക കേട്ടോ. ഷെൽഫുകളും സോഫ, കൗച്ച്, അങ്ങനെ എല്ലാതും എഴുതി വയ്ക്കണം. അപ്പം ഞാനിപ്പോൾ ആദ്യം തന്നെ എഴുതുന്നത് TV സ്റ്റാൻഡ് ആൻഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ആ ഒരു ഏരിയ നമ്മൾ എഴുതി വെച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മളുടെ വീട്ടിൽ എങ്ങനെയാണ് നിങ്ങൾ സെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് റൂമിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. പിന്നെ എനിക്ക് ഫ്രണ്ട് റൂമിൽ ഒരു ഷൂ റാക്ക് ഉണ്ട്, അപ്പോൾ ഷൂ റാക്ക് എഴുതി വെച്ചു. അതിനുശേഷം എനിക്കൊരു 2 സൈഡ് ടേബിൾസ് ഉണ്ട്, അതായത് സോഫയുടെ അടുത്തൊക്കെ നമ്മൾ ഇടില്ലേ, അതുപോലത്തെ ടേബിൾസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണം, അപ്പോൾ സൈഡ് ടേബിൾ എഴുതി വെച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്കുള്ളത് കൗച്ച്, അതായത് നമ്മളുടെ സോഫ എഴുതി വെച്ചു. പിന്നെ നമുക്ക് ആസ് യൂഷ്വൽ അതിലുള്ളത് എന്താണ്, നമ്മളുടെ എനിക്ക് വാഷബിൾ വോളാണ്, അതായത് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന വോളാണ്. അപ്പോൾ ഞാൻ വോൾ ക്ലീനിങ് എഴുതി വെച്ചു. പ്രത്യേകിച്ച് വിൻ്ററൊക്കെ ആയ കാരണം വോളൊന്ന് തുടയ്ക്കുന്നത് നല്ലതാണ്, അപ്പോൾ അത് എഴുതി വെച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും എഴുതി വെച്ചു കേട്ടോ. പിന്നെ അതുപോലെ ഇതിൽ ഞാൻ എഴുതാൻ വിട്ടുപോയതാണ് കേട്ടോ, AC ആൻഡ് ഫാൻ എഴുതണം. ഫാൻ ഉള്ളവരാണെങ്കിൽ ഫാൻ എഴുതണം കേട്ടോ. അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തപ്പോൾ അത് എഴുതാൻ വിട്ടുപോയി, ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സോഫ ഇത്, പിന്നെ നമ്മളുടെ ഇതൊക്കെ എഴുതണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ ഡൈനിങ് റൂം എഴുതി വെച്ചു. അങ്ങനെ നമ്മൾ എല്ലാ റൂംസും എഴുതിയിട്ട് ഓരോ റൂമിലുള്ള എല്ലാ കാര്യങ്ങളും എഴുതുകയാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഞാനിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എഴുതാണ് നമ്മളുടെ തുടയ്ക്കലും അടിക്കലും കൂടെ എഴുതി വയ്ക്കാം. അപ്പോൾ പിന്നെ അതും കൂടി ആകുമ്പോൾ അതും കൂടെ മറന്നു പോകാതെ ചെയ്യാമല്ലോ. ഡെയിലി ചെയ്യുന്നതാണെങ്കിലും അതും കൂടെ ഒന്ന് ചെയ്ത് വയ്ക്കാം. പിന്നെ നെക്സ്റ്റ് റൂമിലും
സെയിം ഇതുപോലെ തന്നെ നമ്മൾ എഴുതിയിട്ടുള്ള നമ്മളുടെ ഓരോ ഏരിയാസും എങ്ങനെയാണെന്നുള്ളത് നമ്മൾ എഴുതി വയ്ക്കുക കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഇതുപോലെ തന്നെ എല്ലാ റൂംസിൻ്റെയും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് ഓരോരോ ഏരിയാസ് ഞാനിങ്ങനെ എഴുതി പോവാണ്. കുറച്ച് ഞാൻ സ്പീഡിൽ വീഡിയോ ഇട്ടതാണ് കേട്ടോ. ഞാൻ അല്ലാതെ വീഡിയോ എടുത്തപ്പോൾ ഭയങ്കര ലെങ്തി ആയി പോകുന്നു വീഡിയോ. അപ്പോൾ അതുപോലെ ലെങ്തി ആവണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ ഡൈനിങ് റൂമിൽ നമ്മളെല്ലാം എഴുതി വെച്ചു. പിന്നെ കിഡ്സ് റൂം ആൻഡ് ആർട്ട് റൂം എഴുതി വെച്ചു. അതിൽ ഞാൻ എഴുതുന്നത് കിഡ്സിൻ്റെ ഒരു സ്റ്റഡി ടേബിൾ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ടോയ് ഷെൽഫ് ഇട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ കുറച്ച് ആർട്ടിൻ്റെ 2 ടേബിളുണ്ട്. ഇതാണ് എനിക്ക് ഈ കിഡ്സ് ആൻഡ് ആർട്ട് റൂമിൽ ക്ലീൻ ചെയ്യാനുള്ളത്. അതായത് ഞാനൊരു ജ്വല്ലറി ഡിസൈനറാണ് ഇവിടെ. അപ്പോൾ അതിൻ്റേതായ കുറേ സംഭവങ്ങൾ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ക്ലീനിങ്ങിൽ കിഡ്സ് റൂമിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ അതും കൂടെ ഞാൻ എഴുതി ചേർക്കുകയാണ് കേട്ടോ. നമ്മളുടെ കയ്യിൽ ഏതൊക്കെയാണ് നമ്മളുടെ റൂമിലുള്ള എല്ലാ ഐറ്റംസും, സ്റ്റോറേജ് അടക്കം എല്ലാ ഐറ്റംസും നമ്മൾ സെപ്പറേറ്റ് ചെയ്താണ് കേട്ടോ എഴുതുന്നത്. ഓക്കെ, അതിനുശേഷം പിന്നെ നമ്മൾ ഇനി എഴുതുന്നത് ബാത്റൂം ആണ്. ബാത്റൂം സ്റ്റോറേജ് സ്പേസ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതാണ് എഴുതുന്നത്. അപ്പോൾ അവിടെ എനിക്കൊരു ക്യാബിനറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്. അപ്പോൾ അതും കൂടെ നമ്മളൊന്ന് എഴുതി വെച്ചു. അത് കഴിഞ്ഞിട്ട് അഗെയിൻ നമ്മൾ ബാത്റൂമാണ് എഴുതുന്നത്. അപ്പോൾ നമ്മളുടെ ഇഷ്ടം പോലെയാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ബാത്റൂം എഴുതി. ബാത്റൂമിൽ എനിക്ക് ആദ്യം തന്നെ ഉള്ളത് ബാത്ത് ടബാണ്. അപ്പോൾ ബാത്ത് ടബും അതിൻ്റെ വോളും റൂഫും. അപ്പോൾ വോള് പറഞ്ഞ പോലെ വാഷബിളാണ്, റൂഫും വാഷബിളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിൻ്റർ ആയതുകൊണ്ടാണ് ആ ക്ലീനിങ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടോയ്ലറ്റ് എഴുതുന്നുണ്ട്. പിന്നെ അതുപോലെ മിറർ എഴുതുന്നുണ്ട്, വാഷ് ബേസിൻ ആൻഡ് മിറർ. അതൊന്നിച്ചാണ് എഴുതുന്നത്. സെപ്പറേറ്റ് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സാധാരണ പോലെ ഫ്ലോറും വോളും, നമ്മളുടെ ബാത്റൂമിലുള്ള ഫ്ലോറ് വോള് ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മളുടെ ബക്കറ്റും കൂടെ എഴുതി വയ്ക്കണം കേട്ടോ. നമ്മൾ ബാത്ത് ചെയ്യാനായിട്ട്, അതായത് കുളിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന നമ്മളുടെ ബക്കറ്റും കൂടെ എഴുതി വയ്ക്കണം. അപ്പോൾ അത് ഞാൻ എഴുതാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പിന്നീട് എഴുതി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ വന്നിട്ട് കിച്ചണാണ്. അപ്പോൾ കിച്ചണിൽ ആദ്യം തന്നെ ഞാൻ എഴുതുന്നത് കിച്ചൺ ക്യാബിനറ്റ്സ് ആണ്. അതായത് കിച്ചണിൽ നമ്മളുടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ടല്ലോ, അത് എത്ര എണ്ണം ഉണ്ടെന്ന് എഴുതി വയ്ക്കുന്നത്. നിങ്ങൾക്ക് എണ്ണം എഴുതി വയ്ക്കാം, അതല്ലെങ്കിൽ ഇന്ന ഏരിയയിലുള്ളത് ഇന്നതെന്ന് എഴുതി വയ്ക്കാം. പിന്നെ എഴുതുന്നത് കിച്ചൺ ക്യാബിനറ്റ്സിൻ്റെ എല്ലാതും എഴുതി. പിന്നെ കിച്ചൺ കൗണ്ടർ, അതായത് നമ്മളുടെ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അത് എഴുതി വെച്ചു. അതെനിക്ക് സൈഡിലായിട്ട് 2 അപ്പോൾ അത് എഴുതി വയ്ക്കുക, 1, 2 എന്ന് എഴുതി വയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ മൈക്രോവേവും ഒരു ഓവനും ഉണ്ട്. അപ്പോൾ അതും ഒരു ക്ലീനിങ്ങിൽ നമുക്ക് പെടുത്തണം. അപ്പോൾ അത് എഴുതി വയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ ഫ്രിഡ്ജ് എഴുതി വയ്ക്കാം. ഫ്രിഡ്ജ് എഴുതുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം ഫ്രിഡ്ജിനെ. അതായത് ഫ്രീസറും നോർമൽ അങ്ങനെ 2 സെക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ 2 സെക്ഷനായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 സെക്ഷനായിട്ടാണ് ഉള്ളത്. എന്നുവെച്ചാൽ എൻ്റെ 3 ഡോറാണ്. കൺവെർട്ടർ എന്ന് പറഞ്ഞ സെൻറ്ററിൽ ഒരു ഡോറുണ്ട്. അപ്പോൾ അതും കൂടെ ആയിട്ട് 3 എണ്ണമായിട്ടാണ് ഞാൻ എഴുതിയേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മളുടെ ഫ്രിഡ്ജ് എങ്ങനെയാണ്, 1 ഡോർ ആണെങ്കിൽ 1 എഴുതി വെച്ചാൽ മതി, 2 ഡോർ ആണെങ്കിൽ 2 എഴുതി വയ്ക്കുക, അങ്ങനെ ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ വന്നിട്ട് നമ്മുടെ ഫ്ലോറാണ്. ഫ്ലോർ ഡീപ്പ് ക്ലീനിങ് ആണ്. എനിക്ക് ഫ്ലോറ് വാഷ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഇവിടെ മിക്കയിടത്തും ഫ്ലോർ നമുക്ക് കഴുകി ഡ്രെയിൻ ഓപ്പൺ ഉണ്ട്, അവിടെ തന്നെ കഴുകി ഡ്രെയിനിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ നമുക്ക് തുടയ്ക്കുന്നതാണെങ്കിൽ അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ മറന്നുപോയി നമ്മുടെ വാഷിംഗ് മെഷീൻ. അപ്പോൾ വാഷിംഗ് മെഷീൻ ഞാൻ കിച്ചണിലാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ കിച്ചൺ അല്ലെങ്കിൽ ബാത്റൂമിലാണ് വാഷിംഗ് മെഷീനും ഡ്രയറും ഇതൊക്കെ ഇടാനുള്ള ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ എൻ്റെ കിച്ചണിലാണ് ഇട്ടിരിക്കുന്നത്, ബാത്റൂമിൽ ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ എവിടെയാണ് കിടക്കുന്നതെന്ന് വെച്ചാൽ ആ റൂമിൻ്റെ കാര്യങ്ങൾ എഴുതുമ്പോൾ ഇത് എഴുതി വയ്ക്കുക കേട്ടോ. അപ്പോൾ വാഷിംഗ് മെഷീൻ ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മളൊരു വിട്ടുപോയത് നമ്മളുടെ ഒരു ബെഡ്റൂമിൻ്റെ വിട്ടുപോയി. അത് ഇവിടെ ഏതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവിടെ എഴുതുമ്പോൾ നമുക്ക് തോന്നും ബാത്റൂം സ്റ്റോറേജ് ഏരിയയിൽ ആയിട്ട് കൂടുതലായിട്ട് വന്ന പോലെ തോന്നും. അപ്പോൾ നെക്സ്റ്റ് ഒരു ഹെഡിങ് കൊടുത്ത് ബാത്റൂം എഴുതിയപ്പോൾ ബെഡ്റൂം എഴുതി കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ ബെഡ് എഴുതി. പിന്നെ നമ്മുടെ വാർഡ്രോബ്, അതായത് നമ്മളുടെ ഡ്രസ്സൊക്കെ വെക്കുന്ന ഇത് ഷെൽഫ്. പിന്നെ പിന്നെ എനിക്കൊരു നമ്മളുടെ ഡ്രസ്സിങ് ടേബിൾ ആൻഡ് സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ അത് എഴുതി. പിന്നെ ഒരു ചെസ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഷെൽഫ് പോലെ തന്നെയുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് എഴുതി. പിന്നെ എനിക്ക് വാക്യൂം ക്ലീനിങ് ആണ്. അപ്പോൾ അത് ഞാൻ അവിടെ എഴുതി കൊടുത്തു. എന്ന് വെച്ചാൽ ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ വിൻ്ററിൽ ഇപ്പോൾ നമ്മൾ വാക്യൂം ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കാർപ്പറ്റാണ്. അപ്പോൾ അത് എഴുതി കൊടുത്തു കേട്ടോ.
അപ്പോൾ അത് എഴുതി. പിന്നെ എൻ്റെ കിഡ്സിൻ്റെ ഒരു വാർഡ്രോബ് ബെഡ്റൂമിലാണ് കിടക്കുന്നത്. പക്ഷെ ഞാനത് കിഡ്സ് റൂമിൻ്റെ കൂടെയാണ് എഴുതി വെച്ചത്. അപ്പോൾ അതും കൂടെ ഒന്നിച്ച് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ടോ? അപ്പോൾ നമ്മൾ ഇതുപോലെ ഓരോന്നും സെക്ഷൻ വൈസ് ആയിട്ട് തിരിച്ചു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തിരിച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല ഈസിയാണ് കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ഓരോന്നും കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു റൂം മൊത്തമായിട്ട് നമുക്ക് നോക്കുമ്പോൾ ഇത് മുഴുവൻ ക്ലീൻ ചെയ്യണ്ടേ എന്ന് തോന്നാറുണ്ട്. അപ്പോൾ പക്ഷേ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കുമ്പോൾ എന്താണ് ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗുണം എന്നല്ല, നമുക്കിങ്ങനെ ഓരോന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്നും ചെയ്ത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ടിക്കിട്ട് കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നമ്മളുടെ എല്ലാവരും മനസ്സിലൊരു കുട്ടിത്തം ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവില്ല, ആ കുട്ടിത്തം ഉണരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മറന്നു, നമ്മൾക്ക് ഫാനും AC അത് ആ സംഭവങ്ങൾ എഴുതണം. അപ്പോൾ എനിക്ക് ഫാനില്ലാത്തതാണ്, എനിക്ക് അത്ര മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ ഫാൻ ആൻഡ് AC ക്ലീനിങ് നമ്മൾ എഴുതി വെക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ വീടുകളിൽ വിൻഡോ ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ വിൻഡോ ആൻഡ് ഡോർ ക്ലീനിങ് കൂടെ ഇതിലോട്ട് ചേർക്കണം. തുടയ്ക്കാനൊക്കെ ഉണ്ടാവുമല്ലോ വിൻഡോ ഒക്കെ, അത് ചേർക്കണം. എൻ്റെ ഇവിടെ വിൻഡോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ക്ലീനിങ് പറ്റിയ വിൻഡോസൊന്നും അല്ല കേട്ടോ. എന്താ വെച്ചാൽ ഇവിടെ ഇതിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ വിൻഡോ ഒക്കെ എല്ലാം ക്ലോസ്ഡ് വിൻഡോസാണ്. അതായത് നമ്മൾ ഉള്ളിൽ നിന്ന് ഗ്ലാസ് ഓപ്പൺ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ബാൽക്കണിയിലൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഇവിടെ സൗദിയിലെ എല്ലാ വീടുകളിലും മിക്കതും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ജസ്റ്റ് തുടയ്ക്കാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് മറന്നുപോയതാണ്. അപ്പോൾ അതും കൂടെ നമ്മൾ എഴുതണം, വിൻഡോ ആൻഡ് ഡോർ എഴുതണം. പിന്നെ അതുപോലെ നാട്ടിൽ മാറാല എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ, അപ്പോൾ അത് ഉണ്ടെങ്കിൽ അത്, അപ്പോൾ നിങ്ങൾ നാട്ടിലൊക്കെ ആണെങ്കിൽ അതും എഴുതി വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ എനിക്ക് ആ ഒരു ഇതില്ലാത്ത കാരണമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതി വെച്ചിട്ട് നമ്മൾ ഓരോന്ന് കഴിയുമ്പോഴും ടിക്ക് ഇടുക. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ഫ്രണ്ട് റൂമാണ് എടുക്കുന്നതെങ്കിൽ ആദ്യം നമ്മളിപ്പോൾ TV സ്റ്റാൻഡ് ക്ലീൻ ചെയ്തു. TV സ്റ്റാൻഡ് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മളത് ടിക്കിട്ടും, പിന്നെ അടുത്ത് കഴിയുമ്പോൾ ടിക്കിട്ടു. അങ്ങനെ ടിക്കിട്ട് വരുമ്പോൾ നമുക്ക് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഉള്ളിലുള്ള കുട്ടി ഉണരുമ്പോൾ നമുക്ക് ഒരെണ്ണം കഴിയുമ്പോൾ അടുത്ത് വരണം എന്നുള്ളത് തോന്നും. ഓക്കെ, അപ്പോൾ അതാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത്, അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്തപ്പോഴാണ് എനിക്കൊരു മോട്ടിവേഷനായിട്ട് വന്നത് കേട്ടോ. എന്നുവെച്ചാൽ ഓരോന്ന് കഴിയുന്തോറും അടുത്തത് തീർക്കണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അങ്ങനെയാണ് എനിക്കൊരു ഞാൻ എൻ്റെ ഡീപ്പ് ക്ലീനിങ് ഫിനിഷ് ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചിലപ്പോൾ നിങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കാം, അങ്ങനെ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതല്ല നിങ്ങൾക്ക് മറ്റുള്ള ടൈപ്പ് ഓഫ് ക്ലീനിങ് ആണെങ്കിൽ അത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ്. പിന്നെ നമുക്ക് ഇത് ചെയ്യാനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ കിട്ടുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഞാൻ ഈ ക്ലീനിങ് മുന്നേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഇപ്പോഴും എൻ്റെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ. പക്ഷേ അവർ ഇവിടുന്ന് പോയി. പക്ഷേ ആൾ UAE-ലാണ്, ഞാൻ സൗദിയിലാണ്. ഞങ്ങൾ 2 സ്ഥലത്ത് ഇരുന്നിട്ടാണ് കേട്ടോ ഈ പരിപാടി ചെയ്തിരുന്നത്. പുള്ളിക്കാരി ഇങ്ങനെ ക്ലീനിങ് ചെയ്തു. അപ്പോൾ ഇന്നത് കഴിഞ്ഞു എൻ്റെ എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ ഇന്നത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു രസമാണ് ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നും നമുക്ക്, നമ്മുടെ കാര്യങ്ങൾ തീർക്കാനായിട്ട് നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊരു ചാർട്ട് തയ്യാറാക്കുക. നിങ്ങളുടെ വീട്ടിലുള്ള റൂമുകളും ആ റൂമിൻ്റെ ഓരോ സ്റ്റോറേജ് സ്പേസുകളും ഓരോ ഏരിയസും സെപ്പറേറ്റ് ചെയ്ത് ഇതുപോലെ ചാർട്ട് തയ്യാറാക്കി റെഡിയായിരിക്കുക. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഇതിൻ്റെ ഓരോ സെക്ഷൻ വൈസും നമുക്ക് പെട്ടെന്ന് എങ്ങനെ ക്ലീൻ ചെയ്ത് തീർക്കാമെന്നുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഓൾ.